പ്രിലിംസ് പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ഏരിയാസ് പഠിക്കാനായി മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളൊക്കെ പരിശോധിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി ഈ രണ്ട് ടോപ്പിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കണമെന്നല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നമ്മൾ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, റെഡി ആണല്ലോ? സോ ഷോർട്ട് നോട്ട് എഴുതാനായിട്ടൊക്കെ ആ ഒരു ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എൻട്രി PSCയുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ആദ്യം നമ്മൾ പോകുന്നത് ചട്ടമ്പി സ്വാമിയിലേക്കാണ്. എടാ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും ഞാൻ ഈ ചോദ്യങ്ങളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. കാരണം ഈ ഒരു ടോപ്പിക്സ് നമ്മളൊന്ന് പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഈ ചോദ്യങ്ങൾ നോക്കി എനിക്ക് ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, ആ ഒരു ടൈമിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. പഠിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. റെഡി ആണല്ലോ? നിങ്ങൾ എനിക്ക് ആൻസർ കമന്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ചട്ടമ്പി സ്വാമിയിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ഒരു ചെറിയ പോയിന്റ് പോലും നമ്മൾ വിട്ട് കളയരുത്. 1853 കേട്ടോ. വർഷം ഒന്ന് പഠിച്ചേ. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ഏത് വർഷമാണെന്ന് പറഞ്ഞേ? 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് മക്കളെ? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ മറന്നു പോകല്ലേ, വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1853 ഡേറ്റ് മറന്നു പോകരുത്. ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് 1853. എന്റെ കൂടെ അങ്ങ് പഠിച്ചേ. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം എന്തായിട്ടാണ് കേരളത്തിൽ ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ടാണ് കേട്ടോ. എന്ത് ദിനമായിട്ടാണ്? കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരം പറയും അത് ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനമാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ജില്ല മാത്രം പഠിച്ചിട്ട് പോകരുത്, സ്ഥലപ്പേരും പഠിച്ചു വെച്ചിരിക്കുക. തിരുവനന്തപുരം ജില്ലയില് കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമി ജനിച്ചത്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞേ. തിരുവനന്തപുരം ജില്ലയില് കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണമ്മൂലയിലാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി ജനിച്ചത്. അപ്പൊ ചില സമയങ്ങളിൽ ചട്ടമ്പി സ്വാമി കൊല്ലൂരിൽ ജനിച്ചു അല്ലെങ്കിൽ കണ്ണമ്മൂലയിൽ ജനിച്ചു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുടെ പേര് തന്നിട്ട് അവിടെ ജനിച്ചു എന്ന് പറയും. അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം, നോ അതല്ല, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മളെ ക്യാപ്സ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ക്യാപ്സ്യൂളിന്റെ പേരൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇത് വളരെ സമയം ഇല്ല, നമുക്ക് ക്യാപ്സ്യൂൾ കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റില്ല. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ഹോട്ട് ഏരിയാസും കൂടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ക്യാപ്സ്യൂളിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇത്. പേരിനകത്ത് ക്യാപ്സ്യൂൾ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ക്യാപ്സ്യൂൾ സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ക്യാപ്സ്യൂൾ സെഷൻ ആയിട്ട് തന്നെ കാണുക, അങ്ങനെ പഠിച്ചു വരിക കേട്ടോ. ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ ഒക്കെ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ക്യാപ്സ്യൂൾ എന്താ സ്റ്റാർട്ട് ചെയ്യാട്ടെ എന്ന്. നമ്മൾ അതിനുശേഷം ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ക്യാപ്സ്യൂൾസ് തന്നെയാണ്. ഓക്കെ, അപ്പോ തിരിച്ചു വരൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞേ?
1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. ചട്ടമ്പി സ്വാമി ജനിച്ചത് കേരളത്തിൽ ഏത് ദിനമായിട്ട് ആചരിക്കുന്നതാ? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. എവിടെയാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമൂലയിലാണ്. പഠിച്ചു കഴിഞ്ഞല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീടെന്നാണ്. എന്താണ്? ഉള്ളൂർക്കോട് വീടെന്നാണ് വീട്ടുപേര്. ഇനി എപ്പോഴും PSC ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ, നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്ന് ചോദിച്ചാൽ, ചട്ടമ്പി സ്വാമി ഇരിക്കുന്ന കണ്ടോ? ഈ ഇരിക്കുന്ന കണ്ടിട്ട് ആരിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്? അയ്യപ്പനെ ഓർമ്മയുണ്ടോ? അയ്യപ്പൻ ഇരിക്കുന്ന ഒരു രീതിയില്ലേ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്താണ് യഥാർത്ഥ പേര്. ഇനി ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം, കുഞ്ഞിലെ അറിയപ്പെട്ടിരുന്ന പേര് കുഞ്ഞൻ പിള്ള എന്നാണ് കേട്ടോ. കുഞ്ഞൻ പിള്ളക്ക് ഇച്ചിരി ചട്ടമ്പിത്തരം കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. കുഞ്ഞൻ പിള്ള, ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻ പിള്ള എന്നാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, വീട്ടുപേരെന്താണ്? ഉള്ളൂർക്കോട് വീട് എന്നാണ്. യഥാർത്ഥ പേരെന്താ മക്കളെ? അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ്. ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻ പിള്ളയാണ്. ഇനി ഇദ്ദേഹം എന്നാണ് മരണപ്പെടുന്നത്? എന്നാണ്? അദ്ദേഹത്തിന്റെ ചരമദിനം എന്ന് പറയുന്നത് 1924 കേട്ടോ. 1924 24 മെയ് മാസം 5-ാം തീയതി കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അന്തരിച്ചത് എന്നാണ്? വർഷം ഓർത്ത് വെച്ചിരിക്കുക. 1924 മെയ് മാസം 5-ാം തീയതി. എവിടെ? എവിടെ? കൊല്ലം ജില്ലയിലെ പന്മന. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ജനിച്ച വർഷം മറക്കരുത്. 1853 ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനം. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയില്, കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ജനിക്കുന്നത്. ഉള്ളൂർക്കോട് വീടെന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. യഥാർത്ഥ പേര് അയ്യപ്പനെന്നും ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നുമാണ്. ചരമദിനം അല്ലെങ്കിൽ അന്തരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924. 1853 ജനിക്കുന്നു, 1924 അന്തരിക്കുന്നു. ഓക്കെ, തിരുവനന്തപുരത്താണ് ജനിക്കുന്നതെങ്കിൽ കൊല്ലത്താണ് അന്തരിക്കുന്നത്. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുന്നത്. കണ്ണമ്മൂലയാണ്, ഇത് പന്മനയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, മറന്നു പോകത്തില്ലല്ലോ. ശരി, ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് അടുത്തതായിട്ട് എപ്പോഴും ചോദിക്കുന്നത്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? കാവ്യ ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങൾ ആ നേരത്തെ ഒരു ചിത്രം കണ്ടില്ലേ? സാധാരണയായിട്ട് ചട്ടമ്പി സ്വാമി സന്യാസിയാണ് അല്ലെ. സന്യാസികളുടെ വേഷം സാധാരണയായിട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് വെള്ളയുമാണോ? അല്ല, നമ്മൾ ആ കാവി വസ്ത്രമാണ് നമ്മുടെ മനസ്സിൽ ഒരു സന്യാസിയുടെ രൂപമായിട്ട് വരുന്നത്. പക്ഷെ ഇദ്ദേഹം ആ കാവ്യം ആണോ ധരിച്ചിട്ടുള്ളത്? അല്ല. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സർവവിദ്യാധിരാജൻ. ഓക്കെ, അതുപോലെ തന്നെ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ സർവവിദ്യാധിരാജനാണ്, ബാലഭട്ടാരകനാണ്. കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കണേ, കാവ്യയും കമണ്ഡലം. കമണ്ഡലം എന്ന് പറഞ്ഞാല് സന്യാസിമാർ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ജഗ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ. സോ അതിനാണ് കമണ്ഡലം എന്ന് പറയുന്നത്. സോ കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാവ്യ ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാവ്യ ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. എങ്കിൽ നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ ഇത് പഠിച്ചാൽ മാത്രമേ, ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന സമയത്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കൂ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചത് ആരാണ്?
നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം എന്തായിരുന്നു? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വൺസ് അഗെയിൻ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും അത് ചട്ടമ്പി സ്വാമിയാണ്. ഇനി നോക്കൂ, ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തിനെ എതിർത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, നമുക്കറിയാം ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെയൊക്കെ എന്താണ് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഹിന്ദുക്കളെ എല്ലാം ക്രിസ്തു മതത്തിലേക്കൊക്കെ മതപരിവർത്തനം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി എതിർത്ത ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തിനെ എതിർത്തു. അതുപോലെ തന്നെ സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും അഹിംസ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി. നോക്കൂ, ഇദ്ദേഹം എന്തായിരുന്നു? നല്ല പണ്ഡിതനായിട്ടുള്ള ഒരു സന്യാസി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അവിടുത്തെ ക്ലർക്കായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അതുകൂടി മനസ്സിലാക്കി വെച്ചേക്കണേ. തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. ഇനി നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം എവിടെയാണ്? എവിടെ വെച്ചു? ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഓർത്ത് വെച്ചിരിക്കുക, 1882. എടാ, ജനിച്ച വർഷം ഒന്നും മറന്നു പോകല്ലേ. 1853 ജനിക്കുന്നു. അന്തരിക്കുന്നത് 1924. 1882 വെച്ചിട്ട് ആരെ കണ്ടുമുട്ടി? ശ്രീനാരായണ ഗുരുവിനെ ചെമ്പഴന്തിക്ക് അടുത്ത് വെച്ച് കണ്ടുമുട്ടി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചു. ആരോടുള്ള ബഹുമാനാർത്ഥമാണ്? ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണേത്? നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരി. മനസ്സിലായോ? ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. ചട്ടമ്പി സ്വാമിയുടെ കൂട്ടത്തിൽ പഠിച്ചത് കൊണ്ട് നവമഞ്ജരി രചിച്ചത് ചട്ടമ്പി സ്വാമിയാണെന്ന് പോയി പറയല്ലേ. കുറെ ആൾക്കാർ അങ്ങനെ കൊണ്ടുപോയി തെറ്റിക്കാറുണ്ട്. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ഇനി നോക്കൂ, സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം ഏതാണ്? നമ്മള് ശ്രീനാരായണ ഗുരു 1882 എന്ന് പറഞ്ഞില്ലേ. 10 വർഷം അങ്ങോട്ട് കൂട്ടിയാൽ മതി. 1892 കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തി നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ആരെ സന്ദർശിച്ചു? ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചു. വർഷം മറന്നു പോകരുത്, 1892. അപ്പൊ ഒന്ന് പറഞ്ഞേ, ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ചെമ്പഴന്തിക്കടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചു. ആ കൃതിയുടെ പേരെന്താണ്? നവമഞ്ജരി എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ തിരിച്ചു വന്നേ. സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നു 10 വർഷത്തിന് ശേഷം. 1892 എന്ത് ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത്. എവിടെ വെച്ച്? അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തി. ആര്? സ്വാമി വിവേകാനന്ദൻ. അങ്ങനെയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത്. ഇനി നോക്കൂ, സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായിട്ട് ക്ഷണിച്ച വ്യക്തി ആരായിരുന്നെന്ന് അറിയാമോ? നമ്മുടെ ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായിട്ട് ക്ഷണിച്ചു. സ്വാമി വിവേകാനന്ദ കേരളത്തിലോട്ടൊന്ന് വരൂ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഇനി ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ ഇവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലോ. ആരൊക്കെ തമ്മിൽ? സ്വാമി വിവേകാനന്ദനും
ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടി. ആ ഒരു മൊമെന്റ് ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ കണ്ടുമുട്ടിയപ്പോ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. അപ്പൊ ദാ ഇങ്ങനെ പറയാണ്, മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഓക്കെ, മലബാർ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ എറണാകുളത്തെത്തിയാണ് കാണുന്നത്. അപ്പൊ ഓർത്തിരിക്കാം, മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ആരെ പറ്റിയിട്ടാണ്, ആരെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ ആരെ കുറിച്ചിട്ടാണ്? ചട്ടമ്പി സ്വാമിയെ പറ്റിയിട്ടാണ്. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, തിരിഞ്ഞു പോവല്ലേ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ടാണ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നോക്കൂ, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അങ്ങനെ അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത് ആരെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടാണ്. മനസ്സിലായോ? അത് തിരിഞ്ഞു പോകല്ലോ. ചട്ടമ്പി സ്വാമി തിരിച്ചു പറയുകയാണ്, അതായത് വിവേകാനന്ദനെ പറ്റി പറയുകയാണ്, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ് പറഞ്ഞത്. ആരെ പറ്റിയിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനൊരു യഥാർത്ഥ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് ചട്ടമ്പി സ്വാമിയെ പറ്റി. എന്നാൽ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണെന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമിയാണ്. ആരെ പറ്റി? വിവേകാനന്ദനെ പറ്റി. ഇത് കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്, തിരിഞ്ഞും മറിഞ്ഞും പോകും, മാറിപ്പോകരുത്. ഇനി ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം നമ്മുടെ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2014 2014 ഏപ്രിൽ മാസം 30 2014 ഏപ്രിൽ മാസം 30 ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം നമ്മുടെ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഇനി നോക്കിക്കേ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ പേരൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഗുരുക്കന്മാരും പഠിക്കണം, കൃതികളും കൂടെ പഠിച്ചാൽ നമ്മൾ ചട്ടമ്പി സ്വാമി എന്നുള്ള ടോപ്പിക് കഴിയും കേട്ടോ. ഓക്കെ, ഇതാ നോക്കൂ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് അറിയാമോ? തൈക്കാട് അയ്യാ സ്വാമികള്, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജട പാടികൾ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, 3 വ്യക്തികളുടെ പേരൊന്ന് പറഞ്ഞേ. തൈക്കാട് അയ്യാ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, അതേപോലെ തന്നെ സുബ്ബജട പാടികൾ. നല്ലോണം പറയണം കേട്ടോ, സുബ്ബജട പാടികൾ. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു ആരായിരുന്നു അറിയാമോ? ആദ്യകാലത്ത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഗുരു എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ഇനി അദ്ദേഹത്തിന് വേദ ഉപനിഷത്തുകളും സംസ്കൃതത്തിലെ യോഗവിദ്യയിലും ഒക്കെ ഉള്ള ഗുരു ആരെന്ന് ചോദിച്ചാൽ അത് സുബ്ബജട പാടികളാണ്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണെങ്കിൽ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് സുബ്ബജട പാടികളാണ്. സന്യാസം സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ആര് തന്നെയായിരുന്നു? നമ്മുടെ സുബ്ബജട പാടികളാണ്. ഇനി ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാ സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? ബോധേശ്വരൻ കേട്ടോ. അപ്പോ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യാണ്. സന്യാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് സുബ്ബജട പാടികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ശിഷ്യരാരെന്ന് ചോദിച്ചാൽ അത് ബോധേശ്വരനാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ചതായിട്ട് പറയപ്പെടുന്നത്. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. അപ്പൊ എത്ര പേര് പഠിച്ചു? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഓക്കെ, ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ് അല്ലെ. പിന്നെ നമ്മള് ചട്ടമ്പി സ്വാമി എന്നുള്ള പേര് പഠിച്ചു. ഇനി അദ്ദേഹം എന്താണ് സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും പേരുകൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കൂടി പഠിച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചേ. ആദ്യം തന്നെ വേദാധികാര നിരൂപണം. എപ്പോഴും PSC ചോദിക്കുന്നതാണ് കേട്ടോ. വേദാധികാര നിരൂപണം ആരാണ് രചിച്ചത്? ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് ചോദിക്കും.
അതാരുടെയാണ്? അത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ആണ്. ആദിഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ജീവകാരുണ്യ നിരൂപണം, തമിഴകം, ബ്രഹ്മതത്വ നിർഭാസം, സർവമത സമാരസ്യം, പുനർജന്മ നിരൂപണം. ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേദാധികാര നിരൂപണം പഠിക്കണം, ആദിഭാഷ പഠിക്കണം, പ്രാചീന മലയാളം പഠിക്കണം. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതെല്ലാം തിരിഞ്ഞു മറിഞ്ഞു പോകും, ഓർക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, സ്വാഭാവികം. എല്ലാരും പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അത് റിവിഷൻ ചെയ്ത് അത് വീണ്ടും ഓർത്തെടുത്ത് പറഞ്ഞു പഠിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ സിമ്പിൾ ആയിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കുന്നത് പോലെ ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആ കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഇപ്പൊ പോവാം. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ അതാണ് വേദാധികാര നിരൂപണം. എടാ, നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതിന്റെ ആ ഒരു ഉള്ളടക്കം എന്താന്ന് വെച്ചാല് വേദ പഠനം ഉണ്ടല്ലോ. വേദാധികാര നിരൂപണത്തിൽ തന്നെ ആ പേരിനകത്ത് തന്നെ ഉണ്ട് വേദ പഠനം, വേദം. ഓക്കെ, അപ്പൊ വേദ പഠനം ആരുടെ മാത്രം കുത്തകയല്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ബ്രാഹ്മണര് മാത്രമായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. ഇനി ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച അദ്ദേഹത്തിന്റെ കൃതി ഏതെന്ന് ചോദിച്ചാലും വേദാധികാര നിരൂപണം എന്ന് പറയണം കേട്ടോ. ശൂദ്രന്മാർക്കും വേദം പഠിക്കാൻ, ഭേദമല്ല വേദം പഠിക്കാൻ അധികാരമുണ്ട് എന്ന് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്ന് സമർത്ഥിക്കുന്ന കൃതിയാണ് ഏത്? വാദിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. ഇനി തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട കൃതി ഏതെന്ന് ചോദിച്ചാലും അത് നമ്മുടെ വേദാധികാര നിരൂപണമാണ് കേട്ടോ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട കൃതി ഏതാ മക്കളെ? വേദാധികാര നിരൂപണമാണ്. ഇനി പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന കൃതിയാണേത്? പ്രാചീന മലയാളം. അപ്പം നമ്മൾ പണ്ട് പറയാല്ലേ പരശുരാമൻ മൊഴി പറഞ്ഞൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തമുണ്ടല്ലോ, അത് തെറ്റാണെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അത് ഖണ്ഡിക്കുന്ന ആ ഒരു കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം കേട്ടോ. അപ്പോ നമ്മള് ഇത്രയും ചോദ്യങ്ങള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ PSC ഇതുവരെ ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മള് പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ റെഡി ആയിട്ട് ഇരിക്കുക, പേനയും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താലും മതി. കമന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾ ആരൊക്കെ പഠിച്ചു എന്നും ആരൊക്കെ കേട്ടു എന്നും എനിക്കും കൂടെ അറിയാലോ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1, 2, 3 1A എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, 1A 2A അത് ഓരോരോ കമന്റ്സ് ആയിട്ട് വേണം ഇടാൻ. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, ഓരോരോ കമന്റ്സ് ആയിട്ട് ഇട്ടോളൂ. ഓക്കെ, അപ്പോ അതായത് നിങ്ങൾ എല്ലാം കൂടെ ടൈപ്പ് ചെയ്തിരിക്കേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരെണ്ണം കേൾക്കുക, ആൻസർ പെട്ടെന്ന് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട്. ആരാണ് പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യുന്നതെന്ന് കാണണം കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടോണം. എന്നിട്ട് നിങ്ങൾ ആൻസർ കേൾക്കാവുള്ളൂ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ശരി, വാ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. പ്രസ്താവനകൾ ഞാൻ വായിച്ചു തരാം. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്.
തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ, 1 2 3 4 2 3 2 3 4. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആൻസർ കിട്ടിയോ? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഒന്ന് നോക്കിക്കേ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു എന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചോ ഇവിടെ? ഇല്ലല്ലോ. അത് തെറ്റാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ചട്ടമ്പി സ്വാമിക്ക് ഒരു ബന്ധവുമില്ല. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണെന്നും നമ്മൾ പഠിച്ചു. അദ്ദേഹം തിരുവല്ലയിലെ ഇരവിപേരൂരിലാണോ ജനിച്ചത്? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ലല്ലോ. അത് തിരുവനന്തപുരത്തെ അല്ലെ കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ജനിച്ചതെന്ന് പഠിച്ചു അല്ലെ. അതുകൊണ്ട് തന്നെ 2 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് സി എന്നുള്ള ഉത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ അത് പഠിച്ചു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും കമണ്ഡലം മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് കേട്ടോ. കമണ്ഡലം എന്ന് വെച്ചാൽ ദീർഘചതുരാകൃതിയിലുള്ള ജലപാത്രം എന്നാണ് അർത്ഥം. ഓക്കെ. അതില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. എടാ, നമ്മള് കാവിയും കമണ്ഡലവും എന്നാണ് പഠിച്ചത് അല്ലെ. പക്ഷെ കാവി എന്ന് പറയുന്നത് കുങ്കുമം എന്നും പറയാറുണ്ട്. കാവി കുങ്കുമവും എന്നും പറയാറുണ്ട് കേട്ടോ. 2 സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. കുങ്കുമ നിറം എന്നുള്ള അർത്ഥത്തിൽ പറയും. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സമയത്ത് എന്തായിരുന്നു? കുങ്കുമവും കമണ്ഡലവും എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ രണ്ടും സെയിം ആണ് കേട്ടോ. കാവിയും കമണ്ഡലവും ഇല്ലാത്തതും കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്തതും ചോദിച്ചാലും ആരുടെ പേരാ പറയേണ്ടത്? 2 എന്ന ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്തേ. ശ്രീനാരായണ ഗുരുവാണോ, ചട്ടമ്പി സ്വാമിയാണോ? കമന്റ് ചെയ്യണം കേട്ടോ. വെറുതെ ടൈപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കേണ്ട, കമന്റ് ചെയ്തോണം. ശ്രീനാരായണ ഗുരുവാണോ, ചട്ടമ്പി സ്വാമിയാണോ, അയ്യാ സ്വാമികളാണോ, വാഗ്ഭടാനന്ദ സ്വാമികളാണോ? സിമ്പിൾ. നമ്മൾ ആ ടോപ്പിക് പഠിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്തും ഇത് ഓർത്തെടുത്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ. അപ്പൊ എന്താ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമിയാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 2022 ശേഷം ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണോ, ചട്ടമ്പി സ്വാമി, ഉള്ളൂർ നടരാജഗുരു? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്തേ. ABCD കിട്ടി കാണും. ഓക്കെ. ഇത് എല്ലാവർക്കും ഇപ്പൊ കിട്ടും, എനിക്കറിയാം. എന്താണ്? ചട്ടമ്പി സ്വാമിയാണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതൊന്ന് ശ്രദ്ധിച്ച ആൻസർ പറയണേ. ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുക. ഓക്കെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ആദിഭാഷ എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദപഠനത്തിനുള്ള അധികാരം എന്ന മിഥ്യയെ തുറന്നു കാട്ടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്രിസ്തുമത നിരൂപണം എന്നത് ക്രിസ്തുമത തത്വങ്ങളുടെ അപഗ്രഥനമാണ്. ഇനി ജീവിതകാരുണ്യ നിരൂപണം എന്നത് അഹിംസ എന്ന തത്വത്തിലുള്ള തന്റെ വിശ്വാസങ്ങൾ പ്രകാശിപ്പിച്ചു. എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ശ്രദ്ധിച്ച് ആൻസർ പറഞ്ഞേ. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. കിട്ടിയോ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എടാ, ആദിഭാഷ ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദപഠനത്തിനുള്ള അധികാരം എന്ന മിഥ്യയെ തുറന്നു കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ആണോ? നമ്മൾ പഠിച്ചോ? ആദിഭാഷയാണോ അതിനെ പറ്റി പറയുന്നത്? ആണോ? അല്ല. വേദപഠനം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, വേദാധികാര നിരൂപണമാണ് ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദപഠനത്തിനുള്ള അവകാശം എന്ന മിഥ്യയെ തുറന്നു കാട്ടുന്നു. അതായത് മറ്റു ഹിന്ദുക്കൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥമാണ് ഏത്? വേദാധികാര നിരൂപണം. ആദിഭാഷയല്ല. ഓക്കെ. അപ്പൊ അത് തെറ്റാണ്. ഇനി ക്രിസ്തുമത നിരൂപണം എന്ന് പറയുന്നത് ക്രിസ്തുമത തത്വങ്ങളുടെ അപഗ്രഥനമാണ്. ജീവിതകാരുണ്യ നിരൂപണം എന്ന് പറയുന്നത് അഹിംസ എന്ന തത്വത്തിലേക്കുള്ള തന്റെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. നമുക്കിപ്പം ആ ഒന്ന് തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലെ. ഒന്ന് തെറ്റാണ്, ബാക്കി
നമുക്ക് അറിയത്തില്ലെങ്കിൽ, ഓപ്ഷൻ 2ഉം 3ഉം നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഒന്ന് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസറിലേക്ക് പോകാൻ സാധിക്കും. എലിമിനേഷൻ ടെക്നിക്ക്, ഒന്നുള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് എന്താണ്? സ്വാഭാവികമായും ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും അല്ലെ? സോ ആൻസർ കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 ഡി കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ്, ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം. ആത്മോപദേശ ശതകം, ദൈവദശകം, ആത്മവിദ്യാ കാഹളം, പ്രാചീന മലയാളം. പഠിച്ചത് വെച്ച് ഓർത്ത് പെട്ടെന്ന് പറഞ്ഞേ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. 5ന്റെ ആൻസർ എന്താണ്? വെരി ഗുഡ്. എന്താണ്? പ്രാചീന മലയാളമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാ മക്കളെ? നമുക്കറിയാലോ. ഓപ്ഷൻ എ, ബി, സി, ഡി. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്തേ. ശ്രീനാരായണ ഗുരുവാണോ, അയ്യങ്കാളിയാണോ, ചട്ടമ്പി സ്വാമിയാണോ, സഹോദരൻ അയ്യപ്പനാണോ? ഓപ്ഷൻ സി അല്ലെ? 6ന്റെ ഉത്തരം സി ആണ്. കിട്ടിയല്ലോ. ശരി, അടുത്ത ചോദ്യം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ച ആൻസർ പറയുക. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ദൈവദശകം, ദർശനമാല എന്നിവയാണ്. ചോദ്യത്തിന്റെ നമ്പർ 7 ആണ്. ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. 3 മാത്രമാണോ? ഒന്നും കൂടെ ഞാൻ ആദ്യത്തെ 2 കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഒന്നും കൂടെ വായിച്ചു നോക്കിയിട്ട് പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പറയൂ, പെട്ടെന്ന് പറയൂ. എന്താണ്? 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ പഠിച്ചതിനകത്ത് ദൈവദശകോ ദർശനമാലയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3 തെറ്റാണ്. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ടതല്ല, ശ്രീനാരായണ ഗുരുവിന്റേതാണ് അല്ലെ? അപ്പൊ ഇനി അടുത്ത് നോക്കൂ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്ന് ചോദിച്ചാൽ കിട്ടിയല്ലോ ആൻസർ. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എന്താണ്? ബി ആണ്. ഓക്കെ, ഇവിടെ എ, സി, ബി, ഡി എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അവിടെ കൺഫ്യൂഷൻ ആകരുത്. നമ്മള് ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് വേണം പോയി ആൻസർ ചെയ്യാൻ. എ, സി, ബി, ഡി ആണ്. ഓക്കെ, എ, സി, ബി, ഡി എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആ പേര് കറക്റ്റ് ആയിട്ട് അത് നോക്കിക്കോണം. ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മളെ തെറ്റിക്കും. ഓപ്ഷൻസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 8 മാർക്കില് ചട്ടമ്പി സ്വാമി എന്ന് എഴുതുക. ചട്ടമ്പി സ്വാമി എന്ന് കമന്റ് ചെയ്യുക. ചട്ടമ്പി സ്വാമിയിലെ 8 മാർക്കില് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്നും പെട്ടെന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അടുത്ത അയ്യങ്കാളിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടും കുറെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ പറ്റി ഒന്ന് പെട്ടെന്നൊന്ന് പഠിക്കാം. പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം കണ്ടെത്താം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നേ. ചട്ടമ്പി സ്വാമി ഇപ്പൊ ഒരുവിധം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അയ്യങ്കാളിയിലേക്ക് പോകാം. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് മാസം 28. മറ്റേ അദ്ദേഹം ഏതായിരുന്നു? 1853 ഓഗസ്റ്റ് 25 ആയിരുന്നു. കണ്ട, ഓൾമോസ്റ്റ് കണക്ഷൻ ഉണ്ട്. ജനന വർഷവുമായിട്ട് അവിടെ നല്ല കണക്ഷൻ വരുന്നുണ്ട്. പഠിച്ചു വെച്ചിരിക്കുക. അയ്യങ്കാളിയാണെങ്കിൽ 1863 ആണ്. അപ്പൊ ചട്ടമ്പി സ്വാമിയാണ് മൂത്തത്, അയ്യങ്കാളി ഇളയതാണ്. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. ഡേറ്റ് ഓഗസ്റ്റ് 28 ആണ്. ഓഗസ്റ്റ് 28. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ജനിച്ചത് 1863 ഓഗസ്റ്റ് മാസം 28 ആണ്. തിരുവനന്തപുരം ജില്ലയില് എവിടെ ജനിക്കുന്നു? വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അച്ഛന്റെ പേര് അയ്യനെന്നും അമ്മയുടെ പേരെന്താ മക്കളെ? മാല എന്നുമാണ്. അച്ഛന്റെ പേരെന്താണ്? അയ്യൻ എന്നാണ്. അമ്മയുടെ പേരെന്താണ്? മാല എന്നാണ്. ബാല്യകാല നാമം എന്താണ്?
കാളി എന്നാണ് കേട്ടോ. കാളി, കാളി ബാല്യകാല നാമം അയ്യങ്കാളി, ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ കാളി. ഓക്കെ, ഇനി 1941 ജൂൺ മാസം 18-ാം തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മറ്റേത് 24 ഇത് 41. 1941 ജൂൺ മാസം 18-ാം തീയതി അന്തരിച്ചു. മനസ്സിലായോ? അപ്പൊ അയ്യങ്കാളിയുടെ ആ ഒരു ബയോഗ്രഫി പെട്ടെന്നൊന്ന് പഠിച്ചേ. ജനന വർഷം 1863 ഓഗസ്റ്റ് മാസം 28, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അച്ഛന്റെ പേര് അയ്യൻ എന്നാണ്, അമ്മയുടെ പേര് മാല എന്നാണ്, ബാല്യകാല നാമം കാളി എന്നാണ്. അന്തരിച്ച വർഷം 1941 ജൂൺ മാസം 18-ാം തീയതിയാണ്. ഇനി വിശേഷണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ് വിശേഷണങ്ങള്? പുലയ രാജ. വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞേ. പുലയ രാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ്. അപ്പൊ പുലയ, ദളിത എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കാളീനെ ഓർക്കുക, അയ്യങ്കാളിനെ ഓർക്കുക കേട്ടോ. പുലയ രാജ, ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണോ? അല്ല, അയ്യങ്കാളിയാണ്. അപ്പൊ പുലയ രാജ, ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി. അതുപോലെ തന്നെ പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണെന്നറിയാമോ? അത് നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ. പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജി. ഗാന്ധിജി ആരെയാണ് പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം അയ്യങ്കാളി. തിരിച്ചും മറിച്ചും പഠിച്ചു വെച്ചോണേ. ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാ മക്കളെ? അത് നമ്മുടെ അയ്യങ്കാളിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, അയ്യങ്കാളിയുടെ വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞേ. പുലയ രാജ, ആധുനിക ദളിതരുടെ പിതാവ്. കണ്ണടച്ചെന്ന് പറഞ്ഞോണം. പുലയ രാജ, ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി, പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. വിശേഷണങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി കുറച്ചും കൂടെ കാര്യങ്ങള് മനസ്സിലാക്കാനുണ്ട്. നോക്കൂ, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് കേട്ടോ. സാധു, അയ്യങ്കാളി, കാളി സാധുവാണെന്ന് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അല്ലെ. അപ്പോ സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങള് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ആദ്യത്തെ ചോദ്യം വേറൊന്നുമല്ല, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഓടിപ്പോയി വേറെ ആരുടെയും പേര് പറയരുതേ. നമ്മുടെ കാളി സാധുവാണോ? കാളി എന്നൊക്കെ പേരുണ്ടെന്നേ ഉള്ളൂ. കാളി ഭയങ്കര സാധുവാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അത് സ്ഥാപിച്ച വർഷം ഒന്ന് നോക്കിക്കേ. 1907 എടാ, 1903 നമ്മുടെ ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചല്ലോ. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ അയ്യങ്കാളി എന്ത് ചെയ്യുന്നത്? 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. ഇനി അതിന്റെ ആ ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്തായിരുന്നു? സാധുജന പരിപാലിനി എന്നായിരുന്നു. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1913 ഓക്കെ. ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഈ ഒരു മാസികയിലൂടെ ഇദ്ദേഹം മെയിനായിട്ടും ഉദ്ദേശിച്ചത് ഈ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങള്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പുരോഗതി, അവർക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, ഇതൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സാധുജന പരിപാലന യോഗം ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം 1913 ആരംഭിക്കുന്നത്. ഇത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ് അതിന്റെ പ്രസിദ്ധീകരണം നടന്നിരുന്നത്.
വരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. സാധുജന പരിപാലന യോഗം SNDPയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തുടങ്ങിയ ഒന്നാണ്. ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ആരായിരുന്നു? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാ മക്കളെ? സാധുജന പരിപാലന യോഗം. കണ്ണടച്ചത് പറഞ്ഞോണം. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ്? സാധുജന പരിപാലന യോഗമാണ്. മറന്നു പോകരുത്. അത് പിന്നീട് എന്ത് മാറുന്നു? പുലയ മഹാസഭ അല്ലെ, 1938 അത് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറുകയുണ്ടായി. നമ്മളിപ്പോ അങ്ങനെ ഒരു പേര് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സാധുജന പരിപാലന യോഗം എന്ന് കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതിന്റെ പേര് മാറ്റി. ഏത് വർഷം? 1938. എന്തിലേക്കാണ് മാറ്റിയത്? പുലയ മഹാസഭ എന്ന പേരിലേക്കാണ് മാറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ സാധുജന പരിപാലന യോഗം വർഷം 1907 SNDPയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തുടങ്ങിയതാണ്. അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര്, മാസികയുടെ പേരാണ് സാധുജന പരിപാലിനി. ഓക്കെ, അതിന്റെ ആദ്യത്തെ എഡിറ്റർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. 1938 നമ്മുടെ സാധുജന പരിപാലന യോഗത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഉത്തരം അയ്യങ്കാളിയായിട്ട് വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. പുലയ സമുദായത്തിൽ ജനിച്ച, പുലയം, ദളിത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെ പേര് വേണം മനസ്സിൽ വരാനായിട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങള് അദ്ദേഹം മുന്നിട്ടിറങ്ങി നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. അതേപോലെ തന്നെ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ചോദിച്ചിട്ടുള്ളതാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. പണ്ട് കാലത്ത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊക്കെ നിഷേധിച്ചിരുന്നു അല്ലെ. ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമേ സ്കൂളിൽ പോയിരുന്നുള്ളൂ, പഠിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ആ ഒരു അയിത്തം എന്നുള്ളൊരു സംഭവം നിലനിന്നിരുന്ന ഒരു കാലത്താണ്. അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയ്യങ്കാളി പുറത്തിറങ്ങിയത് അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി പിന്നാക്ക വിഭാഗമാണ്. നമ്മൾ പറഞ്ഞു പുലയ രാജ, ദളിതാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ ആ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് അന്നത്തെ കാലത്തൊന്നും ആൾക്കാരെ എടുക്കത്തില്ലായിരുന്നു. ബ്രാഹ്മണരും ഏറ്റവും ഉയർന്ന ജാതിക്കാരും ഒക്കെ മാത്രമേ അന്ന് എന്തുണ്ടായിരുന്നുള്ളൂ, നിയമനിർമ്മാണ സഭയിലേക്കൊക്കെ പോയിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അയ്യങ്കാളി എന്ത് ചെയ്യുന്നു? അയ്യങ്കാളിയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ പുറത്തു വന്നത് കൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയായിട്ട് അദ്ദേഹം മാറുന്നു. ഇനി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിക്കാറുണ്ട്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നത് അയ്യങ്കാളിയുടെ വാക്കുകളാണ്. ഇനി നോക്കൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യമായി സമരം നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടൽ നടക്കുന്നത് 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണെങ്കിൽ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1937 വെങ്ങാനൂര് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ബാലരാമപുരത്ത് വെച്ച് 1912 കണ്ടുമുട്ടുന്നെങ്കിൽ 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മില് വെങ്ങാനൂര് വെച്ച് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നു അല്ലെ. 1911 ഡിസംബർ 5 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. തുടർച്ചയായി 28 വർഷം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയില്
അംഗമായിരുന്നു. മനസ്സിലാക്കി വെച്ചിരിക്കുക. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്? കണ്ണടച്ച് പറഞ്ഞേ. 1911 ഡിസംബർ 5-ാം തീയതിയാണ്. തുടർച്ചയായി എത്ര വർഷകാലമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായിരുന്നത് എന്ന് ചോദിച്ചാൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അങ്ങനെയെങ്കില് ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമ്മുടെ അയ്യങ്കാളി സമരങ്ങളാണ്. ഓക്കെ, നമ്മൾ ചട്ടമ്പി സ്വാമികളൊക്കെ സമരം എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ അയ്യങ്കാളി അതും ആ ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തി അത്രത്തോളം അടിച്ചമർത്തൽ അനുഭവപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി പൊരുതിയ ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സമരങ്ങൾ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. സോ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അയ്യങ്കാളി സമരങ്ങളിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്ലുവണ്ടി സമരമാണ്. ഓർമ്മയുണ്ടോ? ആ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിലായിക്കോട്ടെ, സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? അപ്പൊ വില്ലുവണ്ടി സമരത്തിന്റെ വർഷമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. 1893. 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നമുക്കറിയാം സവർണർ അവർണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിന്നിരുന്ന ഒരു കാലത്ത് സവർണർക്ക് മാത്രമേ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ റോഡിലൂടെ അല്ലെ. അവർണ വിഭാഗങ്ങളെ അവിടെ മുന്നിൽ പോലും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സോ അവരുടെ ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ സമരമാണ് ഏത്? വില്ലുവണ്ടി സമരം. അദ്ദേഹം ആ ഒരു റോഡിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അത് കുതിരവണ്ടി ഓടിച്ചു പോവുകയാണ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ അത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ്. കുതിരവണ്ടി അല്ല, കാളവണ്ടിയാണ് കേട്ടോ. കാളവണ്ടി വെങ്ങാനൂര് മുതൽ കവടിയാർ വരെ റോഡിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കാളവണ്ടി ഓടിക്കുന്നു. ഓക്കെ, അതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഇത്രയും ഓർത്ത് വെച്ചിരുന്നേ. വില്ലുവണ്ടി സമരത്തിന്റെ വർഷം ആദ്യമേ പഠിക്കണം. 1893. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എവിടെ മുതൽ എവിടെ വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? വെങ്ങാനൂര് മുതൽ കവടിയാർ വരെ അദ്ദേഹം കാളവണ്ടി ഓടിച്ച് സമരം നടത്തുകയുണ്ടായി. വെങ്ങാനൂർ ടു കവടിയാർ. ഇനി അടുത്തതാണ് ചാലിയ തെരുവ് ലഹള. ചാലിയ തെരുവ് ലഹള നടക്കുന്നത് 1898. അപ്പൊ വർഷം മാറിപ്പോകലും വില്ലുവണ്ടിയുടെ 1893 അല്ലായിരുന്നോ? 3 ഇപ്പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് 8 ആക്കാം. അപ്പൊ ചാലിയ തെരുവ് ലഹള നടക്കുകയാണ്. അധസ്ഥിത വിഭാഗക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു ലഹളയാണ് ചാലിയ തെരുവ് ലഹള എന്ന് പറയുന്നത്. 1898 ഓക്കെ ആണ്. അടുത്തതാണ് നെടുമങ്ങാട് ചന്താ ലഹള. അപ്പൊ 1893 കഴിഞ്ഞു. 1898 ചാലിയ തെരുവ് ലഹള. ഇത് വില്ലുവണ്ടി, ഇത് ചാലിയ തെരുവ്. അടുത്ത 1912 പോവുകയാണ്. നെടുമങ്ങാട് ചന്താ ലഹളയാണ്. അയിത്ത ജാതിക്കാർക്ക് ചന്തയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നടത്തിയ ആ സമരമാണ് അല്ലെങ്കിൽ ആ ഒരു ലഹളയാണ് നെടുമങ്ങാട് ചന്താ ലഹള എന്ന് പറയുന്നത്. മനസ്സിലായോ? 1912 അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടത്തിയ ലഹളയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അയ്യങ്കാളിയുടെ ഒരു ലഹളയാണ് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് പുലയ ലഹള. അതിന്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഒന്ന് പറഞ്ഞേ. 90-ാം ആണ്ട് ലഹളയും പുലയ ലഹളയും ഊരൂട്ടമ്പലം ലഹളയും എല്ലാം ഒന്നാണ്. വർഷം ഓർത്തിരിക്കുക. 1915. എന്താ സംഭവം എന്ന് ചോദിച്ചാല് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തില് പഞ്ചമി എന്ന് പേരുള്ള ഒരു ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണർ എന്ത് ചെയ്തു? സ്കൂളിന് തീയിട്ടു അല്ലെ. അപ്പൊ അതിനെ തുടർന്ന് ഉണ്ടായ ലഹളയാണ് ഏത് ലഹള എന്ന് പറയുന്നത്? ഈ പുലയ ലഹള, 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ. 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹളയുടെ വർഷം എന്ന് പറയുന്നത് 1915.
ഊരൂട്ടമ്പലത്തിലെ ഏത് പേരുള്ള കുട്ടിയാണ്? പഞ്ചമി എന്ന് പറയുന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ നിന്നപ്പോ സവർണർ എന്ത് ചെയ്തു? സ്കൂളിന് തീയിട്ടു. ഇനി എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന്റെ വർഷം എന്ന് പറയുന്നത് 1915 ആണ്. 1915 കല്ലുമാല സമരം നടക്കുന്നത്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. ഇത് പെരിനാട് ലഹള എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. 1915 കൊല്ലം പെരിനാടാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചാല് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായിട്ട് നടത്തിയ സമരമായിരുന്നു ഏത്? ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത്. മനസ്സിലായോ? കല്ലുമാല സമരത്തിന്റെ വർഷം 1915. കൊല്ലം പെരിനാടാണ്. പെരിനാട് ലഹള എന്നാണിത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ശ്രദ്ധിക്കുക. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഒന്നിട്ടിട്ട് അയ്യങ്കാളിയുടെ ഒന്നിട്ടിട്ട് ആൻസർ പറഞ്ഞോണേ. അയ്യങ്കാളി എന്നിട്ടിട്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഒന്നിട്ടിട്ട് ആൻസർ പറഞ്ഞാൽ മതി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു. വില്ലുവണ്ടി സമരം നടത്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ചു. ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. 1, 2, 3, 4, 1, 3, 1, 4 ഇവയെല്ലാം ആണ് ആൻസർ എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്ന് ഒന്നിട്ടിട്ടൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്നാവട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചെന്നറിയാം. വില്ലുവണ്ടി സമരം നടത്തിയെന്നും അറിയാം അല്ലെ? അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദ്യം നോക്കൂ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാരിയച്ചൻ മൂപ്പൻ, പിന്നെ അയ്യങ്കാളി, KP വള്ളോൺ, നീലകണ്ഠൻ ചാന്നാൻ. ആരാണ്? നമുക്കറിയാം. ഓപ്ഷൻ ഏതാണ്? കിട്ടിയോ? 2 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളി, K. കേളപ്പൻ, C. കൃഷ്ണൻ, AK. ഗോപാലൻ. ആരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നൊക്കെ നമ്മൾ പഠിച്ചത് ചട്ടമ്പി സ്വാമിയിലായിരുന്നു, അയ്യങ്കാളിയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആൻസർ പറയും, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ സാധിക്കണം. മാറിയും തിരിഞ്ഞും പോകല്ലോ. ഓപ്ഷൻ എ 3 ഇട്ടിട്ട് എത്രയാണ്? അയ്യങ്കാളി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ്? മൊറാഴ സമരം, പെരിനാട് ലഹള, കടയ്ക്കൽ കലാപം, 90-ാം ആണ്ട് ലഹള. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ്. 90-ാം ആണ്ട് ലഹളയാണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര ചോദ്യങ്ങൾ? 4 ചോദ്യങ്ങൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി. അപ്പൊ 4-ല് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. അയ്യങ്കാളി എന്നിട്ടിട്ട് 4-ല് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാരും, ഈ ക്ലാസ് കേട്ട എല്ലാരും കമന്റ് ചെയ്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടി കമന്റ് ചെയ്യണം. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ യഥാർത്ഥ ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ തരും. എന്നാൽ നിങ്ങൾ വെറുതെ കണ്ട് നിങ്ങൾ വെറുതെ ഒരു റെസ്പോൺസും തരാതെ ഒരു കമന്റും തരാതെ നമ്മളുടെ ആ ഒരു ക്ലാസ് എടുത്തതിന്റെ ഒരു എഫേർട്ടിനെയും മാനിക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്കും അതൊരു വിഷമമാണ്, ആർക്കും വേണ്ടല്ലോ എന്ന് നമ്മൾ കരുതും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളെല്ലാം നമുക്ക് അത്രത്തോളം വാല്യൂബിൾ ആണ്. നമ്മൾ അത്രത്തോളം നമ്മൾ അത് നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, ഈ ടോപ്പിക്കിന്റെ നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് PDF നോട്ട് ആയിരിക്കും. PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട്, അതും ഏറ്റവും പ്രധാനപ്പെട്ട 10th പ്രിലിംസിന് വേണ്ടുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.